കേരള പോലീസും മുഖ്യമന്ത്രിയും നമുക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ജനങ്ങൾ പറയണം. അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിലിറങ്ങി പാട്ടപ്പിരിവിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ 47 കോടി അവരെന്നെ പറയുന്നു. അതിന്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു? ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഭാഗമായി? എങ്ങനെ അബ്ദുൾ റഹീമിന്റെ പൈസക്ക് സ്കാം ഉണ്ടാക്കുമ്പോ ബോബി ചെമ്മണ്ണൂരിനെ തൂക്കിയെടുക്കാൻ NIA-യും ED-യും നീക്കം. ഹണി റോസിന്റെ കേസിൽ കുരുങ്ങിയ ബോബി ചെമ്മണ്ണൂരിന് വരാനിരിക്കുന്നത് ദില്ലിയിൽ നിന്നും മുട്ടൻ പണി. അബ്ദുൾ റഹീം എന്ന സൗദി ജയിലിൽ കഴിയുന്ന ആൾക്ക് വേണ്ടി കള്ളം പറഞ്ഞ് ക്രൗഡ് ഫണ്ട് നടത്തിയത് 100-ലധികം കോടി ഉണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ബോബി ചെമ്മണ്ണൂർ അടക്കം പിന്നീട് പറഞ്ഞത് 47 കോടി. 50 കോടിയിലധികം രൂപ എവിടെയോ മുക്കി. ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞ 47 കോടി രൂപ അതും കാണാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് സൗദി സർക്കാരും എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വൻ ധനകാര്യ സ്കാം അന്വേഷിക്കാൻ ബോബി ചെമ്മണ്ണൂരിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാനാണ് ED-ക്കും NIA-ക്കും പരാതി നൽകിയത്. ജനുവരി 7-ന് ദില്ലിയിൽ നുസ്രത്തിൽ നിന്നും NIA ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. ബോബി ചെമ്മണ്ണൂർ അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച പണം എവിടെ, ആരുടെ കയ്യിൽ? തീവ്രവാദ സംഘടനകളിൽ ഇതിന്റെ എത്ര വിഹിതമെത്തി? പോപ്പുലർ ഫ്രണ്ടിന് കേസ് നടത്താൻ പണം എത്തിയോ? പരാതിക്കാരൻ നുസ്രത്ത് ജഹാൻ ഇപ്പോൾ കർമ്മ ന്യൂസിൽ ചേരുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തപ്പോ എന്നും ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നന്മ മരങ്ങൾ, ഈ നന്മ മരങ്ങളെ പിന്നാലെ എന്തുകൊണ്ട് അന്വേഷണങ്ങൾ വരുന്നില്ല? ഇതൊക്കെ ഇപ്പൊ അതിന്റെ പേരിലാണല്ലോ ഇവരൊക്കെ സ്റ്റാറായി എന്തും ചെയ്യാന്നുള്ള ഒരു തോന്നൽ വന്നത്. നന്മ മരങ്ങളായി ആർക്കെങ്കിലും കുറച്ച് ഉപകാരം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. അപ്പൊ ഈ നന്മ മരങ്ങളിൽ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് കേരള പോലീസും മുഖ്യമന്ത്രിയും നമുക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ജനങ്ങൾ പറയണം. അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിലിറങ്ങി പാട്ടപ്പിരിവിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ 47 കോടി അവരെന്നെ പറയുന്നു. അതിന്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു? ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഭാഗമായി? എങ്ങനെ അബ്ദുൾ റഹീമിന്റെ പൈസക്ക് സ്കാം ഉണ്ടാക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇവിടെ കോഴിക്കോടുള്ള കുറച്ച് ആൾക്കാരും ഇന്ത്യൻ എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും ആണെന്ന് പറയുന്ന സോക്കോൾഡ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥര് പറഞ്ഞ് എടുത്ത ഈ ഒരു പൈസ പിരിപ്പിക്കാൻ വേണ്ടി പാട്ടപ്പിരിവ് നടത്തി മരുന്ന് വാങ്ങാൻ വെച്ചവന്റെ പൈസ, തൊണ്ട് പൊട്ടിച്ച കുട്ടീന്റെ പൈസ, അമ്മച്ചീന്റെ പൈസ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും കൊടുത്ത പൈസ സക്കാത്തിന്റെ പൈസ ചെയ്തപ്പോ ചോദിക്കും സംഖ്യകള് പറഞ്ഞാൽ തന്നെയാ കറക്റ്റ്. സംഖ്യക്കെല്ലാം അറിയാം. സംഖ്യ പറഞ്ഞാൽ ജ്ഞാനുണ്ട് എന്നുള്ള അർത്ഥം. അപ്പോ ഈ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല കേരളത്തില്? ഇന്ന് ED-ന്റെയും NIA-ന്റെയും ശ്രദ്ധയിൽ ഇത് വന്ന് അവരന്വേഷണം തുടങ്ങി. ഇതും കൂടി ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ കാര്യം കൂടി നന്മയുടെ പേരും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന പിന്നെ ഒരു ചായ ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. പക്ഷെ ഈ കാര്യത്തെ പറ്റി എനിക്കറിയാം. ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരിക്കലും ഇന്ത്യൻ എംബസി, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പൈസ വാങ്ങി എന്നാണ് ഇവർ പറയുന്നത്. ദുബായില് പ്രതിഭാഗം വക്കീലിന് ഫീസായിട്ട് കൊടുക്കാൻ അയാളാണ് സപ്പോർട്ട് ചെയ്യണത്. ഇതിന്റെ കഥ അറിയോ? പിന്നെ ഈ ഒരു കോടതി ഉത്തരവില്ലാത്ത ഒരു പൈസ ഇന്ത്യൻ എംബസിയോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സോ വാങ്ങൂല ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ടാണ് ഇതിൽ സംശയം വന്നത്. ആ എക്സ്റ്റേണൽ അഫയേഴ്സ് വാങ്ങാത്ത പൈസ എങ്ങനെ സൗദി അറേബ്യയിലെത്തി? ആ പൈസ എങ്ങനെയെന്നുള്ള ഇയാള് വാങ്ങി, ഇയാളും അതിൽ ഉത്തരവാദിയായി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പൊ അതിനുള്ള ഉത്തരം കൂടി ബോബി ചെമ്മണ്ണൂരിന്റെ കൈക്കുന്ന നമ്മൾ നാട്ടുകാർ ഇന്നിപ്പം മീഡിയകളിലൊക്കെ ഞാൻ ചർച്ചകൾ കണ്ടു. അവിടെയൊക്കെ ഇതിനെപ്പറ്റി പറയും. ബോഡി ഷെയ്മിങ്ങിനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഈ ഓൺലൈനിൽ വന്ന് വൃത്തികേട് പറയുന്നവർക്കൊക്കെ ഉള്ള ഉത്തരമാണ് അവിടെ പറയും. അപ്പൊ ഇതും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നന്മ മരങ്ങളുടെ പേരും പറഞ്ഞ് കേരളത്തിലല്ലാത്ത ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല. വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത്രയധികം പൈസയും നമ്മളെ ആൾക്കാരിൽ നിന്നാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൈസ വാങ്ങുന്നത്. ഇത് ഇവര് യൂട്ടിലൈസ് ചെയ്യാണ്. ഈ മലയാളിയുടെ നല്ലൊരു മനസ്സിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ഉണ്ടാവുന്ന കാലത്ത് ഒരാളും ആർക്കും സഹായിക്കാൻ
വിചാരിക്കാത്ത ഒരു ഇടപാട് വരെ ഈ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കി. കാരണം ബോബി ചെമ്മണ്ണൂർ മുമ്പിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയധികം പൈസ പിരിച്ചതെന്ന് എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം. ബോബി ചെമ്മണ്ണൂരിനെ എല്ലാ മന്ത്രിമാരും പാണക്കാട് തങ്ങളും അടക്കം പാണക്കാട് പോയി പോലും അനുമോദനം വാങ്ങിയ ആളാണ്. അപ്പൊ ഇവരെല്ലാം ചോദിക്കണ്ടേ, ഇത്രയും മോശപ്പെട്ട പരാമർശം സ്ത്രീക്കെതിരെ നടത്തുന്ന ഒരാൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാവുക? അപ്പൊ ഈ നന്മകൾ ചെയ്യണതിന്റെ പിന്നിലും വലിയ സ്റ്റോറീസ് ഉണ്ട്. സ്റ്റോറീസ് ഒക്കെ പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ എംബസിയിൽ എങ്ങനെ പൈസ എത്തി, ഇന്ത്യൻ എംബസി കൊടുത്തു പറയുന്ന ആര് വാങ്ങി, ഈ റഹീം സഹായ സമിതി എന്ന് പറയുന്ന ആൾക്കാർ പറയണം. ആ സഹായ സമിതിനെ ഉടനെ തന്നെ NIA-യും ED-യും ഒക്കെ വിളിപ്പിക്കൂ. അതിലൊരു സംശയം വേണ്ട. ഇത് അതിൻ്റെയൊക്കെ തുടക്കമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതിലൂടെ തന്നെ വരട്ടെ. ഇന്നത്തെ ഈ അറസ്റ്റ് ഒരുപാട് ചരിത്രങ്ങൾ പുറത്തു കൊണ്ടുവരാം. ഒന്നും നടക്കുമ്പല്ല ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക. ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം. അപ്പോ ഈ ഒരു റഹീം എവിടെ എന്നിട്ട് ഒരു മാസം 16-ാം തീയതി തൂക്കിക്കൊല്ലുന്നു പറഞ്ഞ റഹീം ഇന്നവിടെ. ആ റഹീമിനെ വേണ്ടി ഇതാക്കി. ഇപ്പൊ ഈ സ്കാമിൽ മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം സൗദി അറേബ്യയില് ഇപ്പൊ അവന്റെ കേസ് ഇപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും അവനൊരു വക്കീലില്ലാത്ത ഒരു ജയിൽ പ്രതിനിയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. ആക്ച്വലി അയാൾ തെറ്റ് സമ്മതിച്ച കോടതിയിൽ, കോടതിയിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കി. വധശിക്ഷയെന്ന് അയാൾക്ക് ജീവപര്യന്തോ ഏതോ കാലത്ത് നടന്നിട്ടുണ്ട്. ആ ഇളവ് വെച്ചാണ് റഹീം അടക്കം ഇതിൽ കൂടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം ജയിലിന്റെ അകത്ത് നിന്ന് ഇത് വലിയൊരു സ്കാമിന്റെ കൂടെ സപ്പോർട്ടറായി നിന്നതുകൊണ്ടല്ലേ അയാളെ ഉമ്മേനെ കാണണ്ട പറഞ്ഞേ. അവരെ കൂടെ കമ്മിറ്റിക്കാരെ കൂടെ വരാത്ത ഉമ്മനെ അവന് കാണണ്ട. കമ്മിറ്റിക്കാരെ കൂടെ വന്നില്ലെങ്കിൽ അവന്റെ ഉമ്മയെ ആര് കൊണ്ടുവന്നു? ഇനി അവന്റെ ശത്രു തന്നെ കൊണ്ടുവന്നാലും അവന്റെ ഉമ്മ വന്നാല് 19 വർഷത്തിന് ശേഷം ആ ഉമ്മാന്റെ കാൽക്കൽ വീണ് കരയാ. ആ ഉമ്മാനോട് മാപ്പ് ചോദിച്ചാലും മറ്റേ കുട്ടീന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് മാപ്പായി. അങ്ങനെ പോലും ഒരു മനസ്സിവനെ ഉണ്ടാവാതിരുന്നതിന്റെ കാരണം നമ്മളൊക്കെ മനസ്സിലാക്കി. അവിടെയുള്ള അറബികളും മനസ്സിലാക്കി. അവിടെയൊന്നും പൊട്ടന്മാരല്ല ഇരിക്കുന്നത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിന്റെ പേരിൽ ഏത് രാജ്യത്ത് നമ്മൾ അവനെ സംസാരിച്ചാലും, ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കണ പോലും അവർക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാരണം സോഷ്യൽ മീഡിയ അത്രയ്ക്കും ഇതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു റഹീമിന്റെ ഉമ്മനെ കാണാൻ ഒന്നും ബോബി ചെമ്മണ്ണൂരും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒന്നും കൂടെ അല്ലാതെ വന്നതുകൊണ്ട് അവൻ സ്വീകരിച്ചില്ല ആദ്യം. പിന്നെ നമ്മളെല്ലാരും വന്ന് ഇങ്ങനെ അവനെ തെറി വിളിക്കണ പോലെ സംസാരിച്ചപ്പോ എന്തായി, അവന് 4 ദിവസം കഴിഞ്ഞ് ഉമ്മാനെ കണ്ടു. ഉമ്മ അവിടുന്ന് ഉമ്ര പോലും ചെയ്യാതെ തിരിച്ചു പോരാനുള്ള പരിപാടിയായിരുന്നു. കാരണം അവര് ഈ കമ്മിറ്റിക്കാര് അവരെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്ന് തന്നെ പറയാം. മാനസികമായിട്ട് ഇവര് വേറെ ആളെ കൂടെയാണ് പോയിരുന്നത്. എന്തോ വെച്ചാല് പിന്നെ ആ ആൾക്കാരെ കൂടെ പോയത് സത്യം മറയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് പത്രസമ്മേളനം വെച്ചു. ഈ കാര്യങ്ങൾ ശക്തമായിട്ട് ഇവരറിയൂ. ഇതിന്റെ ഒരു കേവലം ഒരു ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറെ കാണാൻ പോലും ഈ സഹായ സമിതി കമ്മിറ്റി 19 വർഷമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇവന്റെ ഉമ്മനെയും കുടുംബക്കാരെയും അവരെ കയ്യിൽ നിന്ന് അവരെയും കൂടി അവരെ കുപ്പിയിലാക്കി കൂടെ പോയ ആൾക്കാരെ. ഇതൊക്കെ സത്യങ്ങളാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. പണത്തിന് വേണ്ടി ആരും എന്തും ചെയ്യണ ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് നമ്മൾ ലജ്ജിച്ചു പോണത്. ജയിലിൽ പോകാനുള്ളവന്റെ എന്താണ് വിവരം എന്നറിയാൻ പോയവരെ ആ വിവരം അറിയാണ്ട് നിങ്ങൾ ഉമ്മനെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞവര് കൂടെ കൊണ്ടുപോയവര് തിരിച്ചു കൊണ്ടുവന്ന് അതാണ്ടായി അവിടെ. എന്നിട്ടോ ഇപ്പൊ എന്താ കേസ് അടക്കണേ? ഇവര് പറഞ്ഞു നടക്കുന്ന എന്താ, കമ്മിറ്റിയും ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവരെന്താ പറയണേ, അവൻ തെറ്റ് ചെയ്തില്ല എന്ന് വാദിക്കാൻ വേണ്ടി കോടതിയിൽ ക്ലോസ് ആയി ജീവപര്യന്തം ആക്കിയ ഒരു കേസ് ഒരിക്കലും റീഓപ്പൺ ചെയ്യാൻ പറ്റൂല ഒരു രാജ്യത്തും. ഇന്ത്യയിൽ ഇനി പറ്റുമോ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് എനിക്കറിയില്ല. ഇന്ത്യ ക്ലോസ് ചെയ്തത് ഒരിക്കലും ഒരു സ്ഥലത്തും സുപ്രീം കോർട്ടിലൊന്നും സംഭവിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കേസിനെ റീഓപ്പൺ ചെയ്ത് ഇവൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാക്കിയിട്ട്, എങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് അതിന്റെ എല്ലാ തെളിവുകളും അബ്ദുൾ റഹീമിനെതിരെയാണ്. അപ്പൊ ആ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പൈസ മേടിച്ച് കൊണ്ടുപോകുമ്പോ ഇവർക്കറിയാം ഇതെല്ലാം. ഈ സ്റ്റോറി എല്ലാം ഇവർക്കറിയാം. ജയിലിൽ കിടക്കുന്ന റഹീമിനും അറിയാം. അപ്പൊ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഒരു നല്ല ജീവിതം, ഫ്യൂച്ചർ, കോടികൾ കൊണ്ട് നന്മ മരങ്ങൾ ഇവന് വേണ്ടിയിട്ട്. ഇപ്പൊ ഈ കമ്മിറ്റിയിൽ പെട്ട ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായിരുന്നു. ഞാൻ ആരെയും ജയിലിന് പുറത്തെടുത്തില്ല. അപ്പോൾ
യമനിലെ നിമിഷപ്രിയനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് വരുന്നത്. നിമിഷപ്രിയക്ക് വേണ്ടി ആക്ച്വലി അത് ഒരു ഗവൺമെന്റ് പ്രൊസീജിയറിലാണ് നടക്കുന്നത്. അത് ആൾക്കാർ ആ അഡ്വക്കേറ്റ് ഒരു വിങ് തന്നെ അതിന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊന്നും ആവശ്യമില്ല. ഇതിലൊക്കെ വരുന്നത് വെച്ചാൽ ഇത് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരു കുന്തോ അന്തോ ഇല്ലാത്ത എന്ന് പറയുന്ന ആൾക്കാർ സൗദി അറേബ്യന്റെ സുപ്രീം കോർട്ട് നിയമം എന്താണ്, അവിടുത്തെ ശരീഅത്ത് ലോ എന്താണെന്ന് പോലും അറിയാത്ത. കാരണം പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ ജീവപര്യന്താക്കിയാൽ പോലും അവിടുത്തെ രാജാവ് തന്നെ വിചാരിക്കണം അവനെ വിടണമെന്ന്. ഇവര് ബ്ലഡ് മണി അപ്പുറത്തെ വക്കീലിന് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താലൊന്നും ആരും സമ്മതിക്കൂല. പിന്നെ പ്രതിഭാഗം വക്കീൽ എന്ന് പറയുന്നത് കോടതി വെച്ച റഹീമിന്റെ വക്കീലല്ല, ഗവൺമെന്റ് വക്കീലല്ല, അയാള് പ്രൊഫഷണലി വക്കീലുമല്ല. ഈ ചങ്ങാതിക്ക് പ്രൊഫഷണലി ഒരു വക്കീൽ പോലും ഒന്നും ഇല്ലാത്ത ഇതിന് എന്തുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂരും ടീമും ഇത്ര വലിയ പിന്നെ നന്മ മരങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വക്കീലിനെ വെച്ചിട്ടില്ല? ഇപ്പോഴും വക്കീലില്ല. അയാൾ എപ്പോഴും വിചാരിക്കുന്ന അയാളിപ്പോ വരും, അയാൾ അടുത്ത സിറ്റിംഗ് 4 സിറ്റിംഗ് ഒരു പൈസ നമ്മൾ കൊടുത്തേരാ അതായി. അപ്പൊ എന്തുകൊണ്ട് അത് വരുന്നില്ല? അതൊക്കെ ചോദിക്കേണ്ട ജനങ്ങളാണ്. ഇന്നിപ്പം ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഹണി റോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടി. ഇനി എന്തോ ആവട്ടെ, ഇതിനൊക്കെ ഇവിടെ ഗവൺമെന്റും പോലീസും ഉണ്ട് എന്നുള്ള ഒരു ഉത്തരാണത്. അതുപോലെ ഈ നന്മ മരങ്ങളെ ഇവർ ചെയ്യണ കാര്യങ്ങൾ ഇവരയച്ച പൈസ എങ്ങോട്ടയച്ച്. പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഇന്ന് 1000 അക്കൗണ്ടുകൾ 1000-ൽ പരം അക്കൗണ്ടുകളാണ് NIA പരിശോധിക്കുന്നതും അതാക്കാൻ പോണത്. അതിലൊക്കെ ഈ അക്കൗണ്ടും ഇല്ലേന്ന് നമുക്കൊരു ചിന്തിച്ചൂടെ? ഞാൻ ഇപ്പോൾ അധികമൊന്നും പറയുന്നില്ല, ചിന്തിക്കണം. കാരണം ഈ പൈസ ആർക്ക് വേണ്ടി ചെലവാക്കി? റഹീമിന് വേണ്ടി ചെലവാക്കിയെങ്കിൽ റഹീം ഇവിടെ എത്തൂ, അല്ലെങ്കിൽ ആ ഗവൺമെന്റിൽ റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ സൗദി അറേബ്യ എന്നുള്ള രാജ്യവും ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തോട് എന്തിന് പിച്ചച്ചട്ടി എടുത്തിട്ട് ഒരു രാജ്യത്തിന്റെ പേര് മോശമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇത് ചെയ്തു എന്നാണ് ഇന്നിപ്പോ ഇന്ത്യൻ എംബസിനോട് ചോദിക്കുന്നവര്. അപ്പൊ അവർക്ക് ഉത്തരമില്ല. അപ്പൊ മൊത്തം ഒരു സ്കാം നടന്ന് ആ സ്കാം മുഴുവനും പൊളിയും. എല്ലാം ആരാ പറയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കാൻ കേരളത്തിലെ ചിലർ കാട്ടിക്കൂട്ടിയ നാടകം. അതന്നെ സത്യം. അതാണ് ഈ പിന്നെ ഇതിൽ വന്ന ഒരു മെസ്സേജ്. അതന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേ വഴിയുള്ളൂ. കാരണം സിമ്പതി എമ്പതി ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വേഗം വീഴും. അതിന് കൂട്ട് നിൽക്കണവരും നല്ലവരും അല്ലാത്തവരും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുക, നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുക ചെയ്താൽ ഓൻ സംഖ്യയായി RSS ആയി. ബാക്കി എല്ലാവരും നല്ലത്. രാജ്യം എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൽ പെട്ടാണ്. അപ്പൊ ഈ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കി പിന്നെ അന്ന് മതേതരം പറയലും മതേതരക്കാരെ ഇറങ്ങലും. എന്താ മതേതരം? ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിൽ മതേതരം നടക്കുന്നത്. ഭയങ്കര മതേതരം തന്നെ. എല്ലാത്തിനും ഒരു മതമേ ഉള്ളൂ. അങ്ങനെ മതേതരാവുക? ഒരു മതവും എല്ലാം കൂടിയിട്ടും അവര് മാത്രം തീരുമാനിക്കുന്നതിന് മതേതരായി നമ്മളൊക്കെ ചവിട്ടാൻ വരുന്നത്. ഈ രാജ്യത്ത് ഇനി ഇതൊന്നും നടക്കൂല. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് കളിക്കാനല്ല. ഒഫീഷ്യലി ബ്യൂറോക്രസി എന്താ പറയണേ, രാജ്യത്തെ നിയമങ്ങൾ എന്താ പറയണ, അത് വെച്ച് മാത്രമേ കളിക്കുള്ളൂ. അതാണ് നമ്മള്. അല്ലാതെ ഇവിടെ വേറെ ഇവരെ പോലെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇതാക്കുന്നതല്ല. കബീർ ഇരട്ടയിൽ റഹീം വേഗം ജയിലിൽ നിന്ന് ഇറങ്ങും. റഹീം ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇനി ആ കേസ് റീഓപ്പൺ ചെയ്യണം എന്നല്ലേ പറയണേ. റീഓപ്പൺ ചെയ്യണ ഇവര് ചെയ്യിപ്പിക്കുന്നെന്ന് റഹീം കമ്മിറ്റിക്കാർ ചെയ്യിപ്പിക്കണേ. കേവലം ഒരു വക്കീലിനെ വെക്കാൻ പോലും ഇത്ര കൊല്ലായിട്ട് 20 കൊല്ലായിട്ട് കഴിയാത്തവരാണോ സുപ്രീം കോടതിയിൽ ക്ലോസ് ചെയ്തൊരു ഫയൽ ഓപ്പൺ ആക്കുക? പിന്നെ അവനും പറയണ അത്രയാണല്ലോ, അവൻ തെറ്റുകാരനല്ലാന്ന് സ്ഥിരീകരിച്ചിട്ടേ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ. അവൻ അവിടെ ഇരുന്നോട്ടെ, നമുക്കൊരു പ്രശ്നവും ഇല്ല. എന്ത് തെറ്റുകാരനല്ലാന്ന് എങ്ങനെയാ തെറ്റുകാരനാണെന്ന് ഓൻ പറഞ്ഞു, ഓൻ സമ്മതിച്ച്, നാടകം കളിച്ചു. ഒരു കുട്ടി അവന്റെ കയ്യിൽ നിന്ന് മരിച്ചു പോയപ്പോ നാടകം കളിച്ചെന്നുള്ള സത്യമല്ലേ? തെറ്റുകാരനല്ലെങ്കിൽ അപ്പൊ തന്നെ ഓൻ അത് ചെയ്യല്ലോ. ആ ബുദ്ധി തന്നെ റഹീമിന് ഈ 19 കൊല്ലം മുമ്പുള്ള ബുദ്ധി തന്നെ എപ്പോഴും ഉള്ളൂ. കുരുട്ടുബുദ്ധി. അതാണ് കുരുട്ടുബുദ്ധി എന്ന് പറയുന്നത്.